പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുന്നംകുളത്തിനടുത്ത് കേച്ചേരി എന്ന സ്ഥലത്താണ്. ആയമുക്ക് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മളുള്ളത്. ഇവിടെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുള്ള സുഭാഷ് ഏട്ടൻ കൃഷി ചെയ്തിട്ടുള്ള കൃഷിത്തോട്ടത്തിലാണ് നമ്മളുള്ളത്. പേര് സുഭാഷ് എന്നാണ്. ഞാനിവിടെ കഴിഞ്ഞ വർഷത്തിലും കുക്കുമ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുക്കുമ്പറ ഇട്ടിട്ടുണ്ട്. ഒരു 1200 കുക്കുമ്പറോളം ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് ഒരു ചുമയും പിന്നെ ഒരു പനി ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ടൈമർ പിടിപ്പിക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. ടൈമർ പിടിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. തയ്യൊക്കെ ചെറിയ തയ്യായിട്ടുള്ളൂ, വറ്റാവണമുള്ളൂ. എന്നാലും ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണങ്ങി പോകണ്ടെന്ന് വെച്ചിട്ട് അത് വലുതായി കിട്ടുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഇതിന് വന്നിരിക്കുകയാണ്, ടൈമർ പിടിപ്പിക്കുകയാണ്. ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ മോട്ടർ വരയിലേക്ക് പോവാണ് ടൈമർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പശുവിന് തീറ്റയ്ക്കുള്ള പുല്ല് കൃഷി ചെയ്യേണ്ട ആൾ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മോട്ടറിന്മേ ടൈമർ ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ആളിതേ ആദ്യത്തെ വയറ് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുക. അങ്ങനെ ആ നോബ് ഫിറ്റ് ചെയ്യാൻ കേട്ടോ സുഭാഷ് ഏട്ടൻ. ഇപ്പോൾ ഒരു പ്ലയർ പിടിച്ചിട്ട് വയർ കട്ട് ചെയ്തതിന് ശേഷം പ്ലയർ പിടിച്ച് അമർത്തുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ഹാൻഡ്ലിംഗ് ആയിരിക്കും. അപ്പോൾ വയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസുലേഷൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, തമ്മിൽ കൂട്ടിയടിച്ച് സ്പാർക്കിങ് വരാണ്ടിരിക്കാനേ. ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്ന ടൈമർ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. 578 രൂപയാണ് ഇതിൻ്റെ വില. 8 രൂപയുടെ ഈ ലഗും മേടിച്ചു. അങ്ങനെ 586 രൂപ ആയിട്ടുള്ള വലിയ ചിലവ്. നമുക്ക് ടൈമർ ഓണാക്കിയിട്ട് നോക്കാം. ഇത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉള്ളതാണ്. ഇത് റെയിൽവേ ടൈമാണ്. 24 മണിക്കൂറാണ് ഇതിൽ കാണിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ടൈമർ ഓൺ ആയി കഴിഞ്ഞു. ഇതിൻ്റെ സ്വിച്ച് അമർത്തി പിടിച്ചിട്ട് അവർ അടിക്കുക. 7, 8, 9, 10, 12, 13, 14, 15, 16. അതനുസരിച്ച് 16 അടിച്ചിട്ടുണ്ട്. ഇനി മിനിറ്റ് 5 അടിക്കണം. 5 അടിച്ചു. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ 16:10 ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ട് അടിച്ചു നോക്കുകയാണ്. ഓക്കെ, ഇനി ഓഫ് ടൈം അടിക്കും. ഇനി ടൈമർ തന്നെ വേണ്ടി ചെക്ക് ഇപ്പുറത്തെ 16:15 സെറ്റ് ചെയ്യാൻ പോവാണ്, ഓഫാക്കാൻ.
കണക്ട് ചെയ്യാൻ പോവാണ്. നോക്കട്ടെ കഴിഞ്ഞു. ഔട്ട്പുട്ടാണ്. ഓണായി. 10 ഓണായിട്ടുണ്ട്. നമ്മുടെ സമയം 16:14 16:15 നമ്മൾ ക്ലോസിങ് ടൈം കൊടുത്തിട്ടുള്ളത്. അത് സമയത്ത് കട്ടാവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. കറക്റ്റായിട്ട് കട്ടായി. കണ്ട, ഇതാണ് ടൈമർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ടൈമറിന് വെച്ച് കഴിഞ്ഞാൽ ടൈമറിന്റെ ടൈമിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണം, ഇപ്പോൾ പെട്ടെന്ന് ഓൺ ചെയ്യണം, നമുക്ക് കുറച്ച് മോട്ടറിന് വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുവലിന് എഴുതിയിട്ടുണ്ട്. ഈ മാനുവലിന് എഴുതിയിട്ടുള്ള ബട്ടണിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് മോട്ടർ ഓണായി. ഇപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആയി. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം സെറ്റ് ചെയ്ത ടൈം നമുക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഇരിക്കും. ഇത് കവറ്, ഈ സേഫ്റ്റി കവറ്, അത് സേഫ്റ്റിയാണ്. അത് ഏത് സമയത്തും ഇതിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ട് വെക്കണം. നമ്മൾ മാനുവൽ യൂസ് ചെയ്യുമ്പോൾ ഊരി എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതേമാതിരി തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ടൈമർ സിസ്റ്റം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു മോട്ടറിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണതെന്നും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു മനുഷ്യൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ കൃഷി നിയന്ത്രിക്കാം. സുഭാഷ് ചേട്ടൻ ഇനി സ്വസ്ഥമായിട്ട് ആശുപത്രിയിൽ പോയി കിടക്കാം. ആൾക്ക് കഫക്കെട്ട് മറ്റേ അസുഖങ്ങളുണ്ട്. അപ്പോൾ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വസ്ഥമായിട്ട് ആൾക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് എടുക്കാം. ആളുടെ കൃഷി ഈ ടൈമർ നോക്കിക്കോളും. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.